യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും എം.എൽ.എയുമായ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം അതീവ നിർണായകമാണ്. അദ്ദേഹത്തിന്റെ നിയമപരമായ സ്വാതന്ത്ര്യവും രാഷ്ട്രീയ ഭാവിയും ഒരേപോലെ തുലാസിലാടുന്ന ഈ ദിനം രണ്ട് പ്രധാന കേന്ദ്രങ്ങളിലാണ് ഉറ്റുനോക്കപ്പെടുന്നത്: കോടതി മുറിയും കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ അധികാര ഇടനാഴികളും. ഒരു വശത്ത് അദ്ദേഹത്തിന്റെ അറസ്റ്റ് ചെയ്യേണ്ടതുണ്ടോ എന്ന് തീരുമാനിക്കുന്ന നിർണായകമായ മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയുടെ പരിഗണനയിലാണ്. മറുവശത്ത് സ്വന്തം പാർട്ടിയിൽ നിന്ന് കടുത്ത അച്ചടക്ക നടപടിയുടെ വാൾമുനയിലാണ് അദ്ദേഹം. രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിടുന്ന ഏറ്റവും അടിയന്തരവും നിർണായകവുമായ വെല്ലുവിളി മുൻകൂർ ജാമ്യാപേക്ഷയിലുള്ള കോടതിയുടെ തീരുമാനമാണ്. ഈ ഒരൊറ്റ വിധി അദ്ദേഹത്തിന്റെ തൊട്ടടുത്തുന്ന ആളുകളെ പൂർണ്ണമായും സ്വാധീനിക്കും. പോലീസിന്റെ അറസ്റ്റ് നടപടിയിൽ നിന്ന് താൽക്കാലികമായെങ്കിലും സംരക്ഷണം ലഭിക്കുമോ അതോ നിയമ നടപടികൾക്ക് കീഴടങ്ങേണ്ടി വരുമോ എന്ന് ഇന്നറിയാം. ജാമ്യം നിഷേധിച്ചാൽ, മുൻകൂർ ജാമ്യം കോടതി അനുവദിച്ചില്ലെങ്കിൽ രാഹുലിന്റെ നിലവിലുള്ള സാഹചര്യം കൂടുതൽ സങ്കീർണമാകും. ഇത് ഉടനടി അറസ്റ്റിലേക്കോ അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ കീഴടങ്ങേണ്ട സാഹചര്യത്തിലേക്കോ നയിച്ചേക്കാം. മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണനയിലുള്ളതുകൊണ്ടാവാം പോലീസ് ഇതുവരെ അറസ്റ്റ് നടപടിയിലേക്ക് കടക്കാതിരുന്നത് എന്നതും ശ്രദ്ധേയമാണ്. മുൻകൂർ ജാമ്യം ലഭിച്ചാൽ, കോടതിയിൽ നിന്ന് അനുകൂല വിധി ഉണ്ടായാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ അഭിമുഖീകരിച്ച് പ്രതികരിക്കാനും തുടർന്ന് അന്വേഷണ സംഘവുമായി സഹകരിക്കാനും സാധ്യതയുണ്ട്. ഇത് കേസിന്റെ നടപടിക്രമങ്ങളുമായി മുന്നോട്ടു പോകാൻ അദ്ദേഹത്തിന് അവസരം നൽകും. ഈ വാദം അടച്ചിട്ട കോടതി മുറിയിൽ കേൾക്കണമെന്ന ആവശ്യം രാഹുലിന്റെ അഭിഭാഷകൻ മുന്നോട്ട് വച്ചിട്ടുണ്ട്. പ്രോസിക്യൂഷനും പ്രതിഭാഗവും കേസിന്റെ രഹസ്യ സ്വഭാവമുള്ള സുപ്രധാന രേഖകളുടെ ഹാജരാക്കുവാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് ഈ ആവശ്യം ഉന്നയിച്ചത്. നിയമപരമായ ഈ നടപടികൾ പുരോഗമിക്കുമ്പോൾ തന്നെയാണ് രാഹുലിന്റെ രാഷ്ട്രീയ ഭാവിയെ ചോദ്യം ചെയ്യുന്ന നീക്കങ്ങൾ പാർട്ടിയിലും നടക്കുന്നത്. കോടതിക്ക് പുറത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിടുന്നത് അതിലും വലിയൊരു രാഷ്ട്രീയ പ്രതിസന്ധിയാണ്. സ്വന്തം പാർട്ടി അദ്ദേഹത്തിനെതിരെ കടുത്ത നിലപാട് സ്വീകരിച്ചതോടുകൂടെ രാഷ്ട്രീയ ഭാവി അക്ഷരാർത്ഥത്തിൽ അപകടത്തിലായി. മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരന്റെ വാക്കുകൾ ഈ പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാക്കുന്നു. അതൊരു പുകഞ്ഞ കൊള്ളിയാണ്. ആ പുകഞ്ഞ കൊള്ളി പുറത്താണ്. പുകഞ്ഞ കൊള്ളിയോട് സ്നേഹമുള്ളവർക്കും പുറത്തു പോകാം എന്ന് പറഞ്ഞതിലൂടെ രാഹുലിനെയും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരെയും പൂർണ്ണമായി തള്ളിക്കളയുന്ന സൂചനയാണ് മുരളീധരൻ നൽകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിൽ നിന്ന് ഇതിനോടകം സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഒരു മാന്യതയും അന്തസ്സും ആവശ്യമാണെന്നും പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിൽ രാഹുൽ പരാജയപ്പെട്ടുവെന്നും നേതൃത്വം വിലയിരുത്തുന്നു. ഇതിനു പുറമെ അദ്ദേഹത്തിൻ്റെ എം.എൽ.എ സ്ഥാനവും ചർച്ചയാവുന്നുണ്ട്. എം.എൽ.എ ആയി തുടരണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് സ്പീക്കറാണ് എന്ന് മുരളീധരൻ സൂചിപ്പിച്ചത് മറ്റൊരു രാഷ്ട്രീയ സമ്മർദ്ദ സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. നിലവിലെ സാഹചര്യത്തിൽ സ്പീക്കർ അത്തരമൊരു കടുത്ത നടപടിക്ക് മുതിരാൻ സാധ്യത കുറവാണെങ്കിലും രാഹുലിനെതിരെയായ രാഷ്ട്രീയ സമ്മർദ്ദത്തിൻ്റെ മറ്റൊരു തലമായി ഇത് നിലനിൽക്കുന്നു. ചുരുക്കത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ രാഷ്ട്രീയ ജീവിതം ഒരു നിർണായകമായ വഴിത്തിരിവിലാണ്. അദ്ദേഹത്തിൻ്റെ ഭാവി നിശ്ചയിക്കപ്പെടുന്നത് രണ്ട് തീരുമാനങ്ങളിലാണ്. ഒന്ന്, കോടതി മുറിയിൽ നിന്ന് വരുന്ന നിയമപരമായ വിധി. രണ്ട്, കോൺഗ്രസ് പാർട്ടി എടുക്കാൻ പോകുന്ന കടുത്ത രാഷ്ട്രീയ തീരുമാനം. ഈ രണ്ട് ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്ന വിധികൾ അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ ഗതി നിർണ്ണയിക്കും. നിയമത്തിൻ്റെ കണ്ണികളും രാഷ്ട്രീയത്തിൻ്റെ സമവാക്യങ്ങളും ഒരേപോലെ എതിരാകുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഇന്ന് അഭിമുഖീകരിക്കുന്നത്.